ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു പുതിയ പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ഈ പുതിയ ദിവസത്തിലെ നമ്മുടെ വായന ഭാഗം യെശയ്യാ പ്രവചനം 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. എൽക്കോശ്യനായ നഹൂമിന്റെ ദർശന പുസ്തകം. 12 ചെറിയ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു നഹൂം. പ്രവാചകന്റെ ജന്മനാട് എൽക്കോശ് ആയിരുന്നു. തെക്കു പടിഞ്ഞാറൻ യഹൂദയിലെ ബെത് ജിബ്രിൻ എന്നറിയപ്പെടുന്ന പട്ടണത്തിനു സമീപമായി യെരുശലേമിൽ നിന്ന് ഏകദേശം 58 കിലോമീറ്റർ അകലെയാണ് എൽക്കോശ് എന്ന പട്ടണം ഉള്ളത് എന്ന് കരുതപ്പെടുന്നു. ആശ്വാസം അഥവാ അനുകമ്പ എന്നതാണ് നഹൂം എന്ന പേരിൻ്റെ അർത്ഥം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ നഹൂം എന്ന പേര് മറ്റൊരു വ്യക്തിക്കും ഉള്ളതായി കാണപ്പെടുന്നു. BC 664-നും 605-നും മധ്യേ നഹൂം പ്രവാചകൻ ശുശ്രൂഷ ചെയ്തു എന്നും കരുതപ്പെടുന്നു. എന്നാൽ ഈ പ്രഭാതത്തിൽ പ്രവാചകന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്പമായി ചിന്തിക്കാം. ഒന്നാമതായിട്ട് സാഹിത്യ ശൈലി പിന്തുടർന്ന പ്രവാചകൻ. അശൂർ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ നിനവേയുടെ നാശമാണ് നഹൂം പ്രവാചകന്റെ മുഖ്യ പ്രതിപാദ്യ വിഷയം. എന്നാൽ പ്രവാചകൻ സാഹിത്യ ശൈലിയിൽ ഈ പ്രവചനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലെ പദ്യശൈലിക്ക് മകുടം ചാർത്തുന്ന സാഹിത്യ അഭിരുചി നഹൂം പ്രവാചകന്റെ സന്ദേശത്തിലും നമുക്ക് കാണാവുന്നതാണ്. 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ശോകഗാനത്തിലൂടെ ശത്രുവിനെതിരായ പരിഹാസ ഗീതമാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ 1-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ തെറ്റിനെ ശിക്ഷിക്കുന്ന ദൈവകരം ചരിത്രതലത്തിൽ കാണുന്ന കവി ഇതിലൂടെ ആനന്ദവും സംതൃപ്തിയും അടയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ധാരാളം സമ്പത്തുള്ള ഒരു നഗരമായിരുന്നു നിനവേ. ഭൂമിയിലെ പട്ടണങ്ങളുടെ രാജ്ഞി എന്നും നിനവേക്ക് ഒരു വിളിപ്പേരുണ്ടായിരുന്നു. എന്നാൽ പകയും ക്രോധവും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രവചനമാണ് നഹൂമെങ്കിലും പാറയിലും ചേറ്റിലും രത്നങ്ങൾ കണ്ടേക്കാവുന്നതുപോലെ സനാതനമായ ചില മൂല്യങ്ങളും ഈ പദ്യശകലത്തിൽ നമുക്ക് കാണാവുന്നത് ആണ്. രണ്ടാമതായിട്ട് ന്യായവിധിയുടെ ദൂതറിയിച്ച പ്രവാചകൻ. സമ്പത്തും അധികാരങ്ങളും കൊണ്ട് അത്യുച്ചകോടിയിൽ നിന്നിരുന്നതായ നിനവേക്കാർ മറ്റു രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന അടിമകളെ കൊണ്ട് കഠിനമായി പണിയെടുപ്പിച്ചും അയൽ സാമ്രാജ്യങ്ങളിൽ നിന്നും കൊള്ളയടിച്ച വസ്തുക്കളും കൊണ്ട് പണിയപ്പെട്ട മഹാനഗരമായിരുന്നു നിനവേ പട്ടണം. അങ്ങനെ സാമ്പത്തികമായും വാണിജ്യപരമായും വളരെ ഉന്നതരായിരുന്നു നിനവേക്കാർ. എന്നാൽ ഇവർ മറ്റുള്ളവരോട് മഹാക്രൂരത പ്രവർത്തിക്കുന്നവരായിരുന്നു എന്ന് തിരുവചനം പറയുന്നു. അതിനാൽ പ്രവാചകൻ ഇവിടെ ദൈവത്തിൻ്റെ പ്രതികാര തീക്ഷ്ണതയെയും ക്രോധത്തെയുമാണ് വരച്ചു കാട്ടുന്നത്. നഹൂം പ്രവാചകന്റെ സന്ദേശം മാനസാന്തരത്തിനുള്ള ദൂത് അല്ലായിരുന്നു, പിന്നെയോ ന്യായവിധിയുടെ ദൂത് ആയിരുന്നു നഹൂം പ്രവാചകന്റേത്. വഷളത്വം പ്രവർത്തിച്ചാൽ ദൈവം ന്യായം വിധിക്കും. എന്നാൽ യഹോവയുടെ സ്വഭാവങ്ങളെക്കുറിച്ച് പ്രവാചകൻ വ്യക്തമായി പറയുന്നു. യഹോവ തീക്ഷ്ണതയുള്ളവൻ ആണ്. യഹോവ പ്രതികാരം ചെയ്യുന്നവൻ ആണ്. യഹോവ ക്രോധപൂർണനാണ്. ദുഷ്ടനെ ശിക്ഷിക്കാതെ വിടാത്തവനാണ് യഹോവ. മാത്രമല്ല ഉഗ്രകോപം ഉള്ളവനുമാണ്. ഇപ്രകാരം പ്രവാചകൻ ദൈവത്തെ ചിത്രീകരിക്കുമ്പോഴും മറുവശത്ത് ദൈവത്തിൻ്റെ കാരുണ്യത്തെയും സ്നേഹത്തെയും ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ദൈവകോപത്തിന് ഇടം കൊടുക്കുന്നവരായി തീരാതെ ന്യായവിധി ദിവസത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തോടെ ജീവിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ന്യായവിധി എന്ന യാഥാർത്ഥ്യം ഞങ്ങൾക്ക് മുൻപിൽ ഉണ്ട് എന്ന ബോധ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.